بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ ഖസസ് 39 മുതൽ 42 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. വസ്തക്ബറ, ഇതിൽ സീന്, താഴ്, കാഫ് ഈ അക്ഷരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഹംസിന്റെ ഹർഫുകളാണ്, മഹ്മൂസായ അക്ഷരങ്ങളാണെന്നർത്ഥം. അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സിഫത്തുകളിൽ പ്രധാനമാണ് ഹംസ്. വസ്തക്ബറ, വ്യക്തമായി ഹർഫുകൾ അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഉച്ചാരണ സമയത്തുണ്ടാകുന്ന കാറ്റിന്റെ അല്ലെങ്കിൽ ശ്വാസത്തിന്റെ ചലനമാണ് ഹംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചുരുക്കി പറയാം. വസ്തക്ബറ, റാഇന് തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് റാ. വസ്തക്ബറ ഹുവ വജുനൂദുഹു, വാവ് ആവർത്തിച്ചു വരുന്നുണ്ട്. വാവിന്റെ മഖ്റജ് 2 ചുണ്ടുകളാണ്. ഒരു കാരണവശാലും താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് ഓതരുത്. ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കി വാവ് ഉച്ചരിക്കുക. വസ്തക്ബറ ഹുവ വജുനൂദുഹു, വജുനൂദുഹു എന്നതിലെ ഹാ ദ്വമീർ മദ്ദുസ്സിലത്തി സുഗ്റ നൽകി ദീർഘിപ്പിക്കണം. 2 ഹറക്കത്തിന്റെ അളവിൽ തബീഇയായ സാമാന്യ ദീർഘം മാത്രം. എന്നാൽ അവിടെ വഖഫ് ചെയ്യുമ്പോൾ വജുനൂദു ഹായിൽ സുക്കൂനാണ് ഉണ്ടാവുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. വജുനൂദുഹു ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, ഫിൽ അർദി റാഇ ദ്വാദ് ഇവയൊക്കെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ദ്വാദ് ഇസ്തിഅലാന്റെ ഹർഫുകളിൽ പെട്ടതാണ്. എന്നാൽ കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ബിഗൈരി എന്ന് പറയുമ്പോൾ ഗൈനിനും പൂർണ്ണമായ തഫ്ഖീമാണ്. റാഇന് കസ്റ ഉള്ളതുകൊണ്ട് തർഖീഖാണ് ഇവിടെ. ബിഗൈരിൽ ഹഖ്, ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഖാഫ് ചേർത്തോതുമ്പോൾ കുറഞ്ഞ തഫ്ഖീമും, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖൽഖല കുബ്രായും നൽകി തഫ്ഖീമോടുകൂടി, പൂർണ്ണമായ തഫ്ഖീമോടുകൂടി ബിഗൈരിൽ ഹഖ് എന്ന് ഉച്ചരിക്കേണ്ടതാണ്. ചേർത്ത് വായിക്കുമ്പോൾ ബിഗൈരിൽ ഹഖ് വവന്നു, വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തടിപ്പിച്ച് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാന്റെ ഹർഫാണ്. നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ്. വവന്നു അന്നഹും, വവന്നു ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. വാവിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ശേഷം അടുത്ത പദത്തിന്റെ ആരംഭത്തിലാണ് ഹംസ വന്നത് എന്നതുകൊണ്ടാണ് മുൻഫസിലായ ദീർഘമുണ്ടായത്. അന്നഹും എന്ന് പറയുമ്പോൾ നൂൻ മുശദ്ദദ വീണ്ടും മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വവന്നു അന്നഹും ഇലൈനാ ലാ യുർജഊൻ. അന്നഹും, ഇവിടെ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അല്പം പോലും മണിച്ചു പോവരുത് ആ മീമിനെ എന്നത് ശ്രദ്ധിക്കുക. ലാ യുർജഊൻ, റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. യുർജഊൻ, റായിന് സുക്കൂനും തൊട്ട് മുമ്പിൽ ദമ്മ ഉള്ളതുകൊണ്ടുമാണ് അങ്ങനെ തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടത്. യു എന്ന തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുക. ലാ യുർജഊൻ സൂചിപ്പിച്ച ഏതാനും തഫ്ഖീമിന്റെ ഹർഫുകൾ ഒഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും തർഖീഖാണ്. ഇസ്തിഫാലിന്റെ തർഖീഖ് ചെയ്ത് നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണെന്നർത്ഥം.
ഫഅഖദ്നാഹു ഖാഇന് മാത്രമാണ് ഇവിടെ തഫ്ഖീം വരുന്നത്. ഫഅഖദ്നാഹു ദാൽ വ്യക്തമായി ഉച്ചരിക്കുക. ഫഅഖദ് നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗവും മേലെ പല്ലുമാണ് ദാലിന്റെ മഖ്റജ്. ഫഅഖദ്നാഹു ആ ഹായിൽ ദീർഘമുണ്ടാവുകയില്ല, കാരണം തൊട്ടു മുമ്പിൽ ദീർഘാക്ഷരമായ അലിഫ് സാക്കിനായി വന്നിട്ടുണ്ട്, സുക്കൂനുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഫഅഖദ്നാഹു എന്നുച്ചരിക്കുന്നു. വജുനൂദഹു നേരത്തെ പറഞ്ഞ അതേപോലെ ഹൗ ദമീർ വീണ്ടും മദ്ദുസിലത്തു സുഗ്റ നൽകി ദീർഘിപ്പിക്കുക. فأخذناه وجنوده فنبذناهم في اليم فنبذناهم വീണ്ടും ദാല് ഉച്ചരിക്കുന്നു. എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ഫനബദ്നാഹും അന്ത്യത്തിൽ പദത്തിന്റെ അന്ത്യത്തിലുള്ള സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ ഉച്ചരിക്കണം, വെളിവാക്കണം. ഫാ ആണ് ശേഷം വന്നത് എന്നതുകൊണ്ട് സൂക്ഷ്മത വേണം. രണ്ടും ഷഫവിയ ഹർഫുകളാണ്. മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. ഫനബദ്നാഹും ഫിൽ യം ശബ്ദത്തുള്ള മുശദ്ദദത്തായ മീം. ഫനബദ്നാഹും ഫിൽ യം അവിടെ ഫിൽ യമ്മി എന്ന് ചേർത്തോതുമ്പോൾ മീം മുശദ്ദദ ഉന്നത്തോടുകൂടി കസ്റ നൽകിക്കൊണ്ട് ഉച്ചരിക്കുന്നു. എന്നാൽ വഖഫിലാകുമ്പോൾ സുക്കൂനാണ്. വഖഫിന്റെ അസ്ല് തന്നെ സുക്കൂനാണല്ലോ, അടിസ്ഥാനം തന്നെ സുക്കൂനാണ്. അപ്പോൾ ഇവിടെ മണിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക, അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാൽ ഫിലിയമ്മ് എന്ന ശബ്ദത്തിന് ഒരു ചലനം കൂടുതലുണ്ടാകുന്നു, സൂക്ഷിക്കണം. ഹർക്കത്ത് പോലെ ഉച്ചരിച്ചു പോവരുത് എന്നർത്ഥം. സുക്കൂനിനെ സുക്കൂനായി തന്നെ ഉച്ചരിക്കുക. അപ്പോൾ മണിച്ചുകൊണ്ട് ആ സുക്കൂൻ നൽകപ്പെട്ട ഹർഫിനെ വഖഫ് ചെയ്ത് അവസാനിപ്പിക്കുക. എന്നാൽ കൂടുതൽ മണിച്ചുകൊണ്ട് ഫിലിയം എന്ന് പറയുകയും വേണ്ട. രണ്ട് ഹറക്കത്തിന്റെ അളവാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഫനബദ്നാഹും ഫിൽ യം അത്ര മതി. ഫിൽ യം അതിൽ കൂടുതൽ വേണ്ട. ഫൻദുർ ഇവിടെ സാക്കിനത്തായ നൂൻ ശേഷം വാ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തഫ്ഖീമാണ് വേണ്ടത്, വാ തഫ്ഖീമിന്റെ അക്ഷരമാണ് എന്നതുകൊണ്ട്. ശേഷം സാക്കിനത്തായ റാ വരുന്നു, അതിനും തഫ്ഖീം കൊടുക്കുന്നു. അപ്പോൾ ഫൻദുർ കൈഫ കാന, കൈഫ കാന മഹ്മൂസായ അക്ഷരങ്ങളാണ് കാഫ് എന്ന് പറഞ്ഞല്ലോ. ഇസ്തിഫാലിന്റെ ഹർഫ് കൂടിയാണ്. കൈഫ കാന ആഖിബതു الظالمين عاقبة ആഖിബത്തു അല്ല, ഇസ്തിഫാലിന്റെ ഹർഫിനാണ് ഐനും. അതിന്റെ ദീർഘാക്ഷരമായ അലിഫിലും തർക്കീഖാണ്. ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, കസ്റ ഉള്ളതുകൊണ്ട്. ആഖിബത്തു الظالمين എന്ന് പറയുമ്പോൾ തഫ്ഖീമാണ് വാഇന്റെ അലിഫിനും തഫ്ഖീം നിലനിർത്തുക. الظالمين وجعلناهم أئمة അവിടെ വജഅൽനാഹും സാക്കിനത്തായ ലാം ഇൽഹാർ ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വജഅൽനാഹും എന്നായി പോരുത്. ലാമുൽ ഫിഅൽ എന്നാണ് തജ്വീദിൽ അതിന് പറയുക. ശേഷം മഖ്റജിൽ അടുത്ത് വന്നിട്ടുള്ള നൂന് കൂടി ആയതുകൊണ്ട് ലിസാനിയ അക്ഷരങ്ങളാണ്, വളരെ അടുത്തിരിക്കുന്നവയാണ് രണ്ടും. ലാമ് അവ്യക്തമാവാൻ അല്ലെങ്കിൽ ഇദ്ഗാം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. വജഅൽനാഹും എന്നായി പോരുത്. വജഅൽനാഹും അഇമ്മ
സാക്കിനത്ത മീം ശേഷം ഹംസ ഇൽഹാർ ഷഫവി വെളിവാക്കി ഉച്ചരിക്കുക മീമിനെ. ഇമ്മ ഹംസകളെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇമ്മ അവിടെ ഇമ്മ എന്ന് രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യുന്ന വേറെ ഖിറാഅത്തുകളൊക്കെയുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ രീതി ഹഫ്സിന്റെ റിവായത്ത് പ്രകാരം എല്ലാ ഹംസകളും ക്ലിയർ ആക്കുക എന്നതാണ്. മീം മുശദ്ദദ വന്നിട്ടുണ്ട്. ശബ്ദം നൽകപ്പെട്ട മീം മണിക്കുക. ശേഷം ഇമ്മതൻ എന്ന തൻവീൻ, അതിനുശേഷം യാ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ഉച്ചരിക്കുക. ഇമ്മതൻ യദ്ഊന ഇലന്നാർ. യദ്ഊന സാക്കിനത്ത ദാല് ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ചുച്ചരിക്കുക. യദ്ഊന ഇലന്നാർ. നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അന്ത്യത്തിൽ റാ സാക്കിനത്തായ റായിൽ തഫ്ഖീം ചെയ്ത് വഖഫ് ചെയ്യുക. ചേർത്തോതുമ്പോൾ റായിന് തർത്തീഖാണ്, വ്യക്തമായി കസ്റ ഉള്ളതുകൊണ്ട്. ഇലന്നാരി വയൗമൽ ഖിയാമ. വയൗമൽ ഖിയാമ ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ്, കസ്റ ഉള്ളതുകൊണ്ട്. വയൗമൽ ഖിയാമത്തി ലാ യുൻസറൂൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സാക്കിനത്തായ നൂൻ ശേഷം സ്വാദ് ഇഖ്ഫാ ഹഖീഖിയാണ്, അവ്യക്തമാക്കി മണിക്കണം നൂനിനെ. എന്നാൽ മണിക്കലിൽ തഫ്ഖീമാണ് വേണ്ടത്. സ്വാദ് ഇസ്തിഅലാന്റെ ഹർഫാണ് എന്നതുകൊണ്ട് ലാ യുൻസറൂൻ റായിനും തഫ്ഖീം കൊടുക്കുക. وَأَتْبَعْنَاهُمْ فِي هَذِهِ الدُّنْيَا لَعْنَةً. وَأَتْبَعْنَاهُمْ സാക്കിനത്തായ താ മഹ്മൂസ അക്ഷരമാണ്, ശിദ്ദത്തുമുണ്ട്. വഅത്ബഅനാഹും എന്ന ശബ്ദം ഖൽഖല ചെയ്ത് ചലിപ്പിക്കരുത്. എന്നാൽ തീരെ കേൾക്കാതെ വഅത്ബഅനാഹും എന്നുമല്ല, വഅത്ബഅനാഹും സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി ശേഷം ഫ ആണ്, സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക. وَأَتْبَعْنَاهُمْ فِي هَذِهِ الدُّنْيَا. الدُّنْيا ഇതിൽ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ മുത്ലഖ് നൽകി മണിക്കാതെ വെളിവാക്കണം. ദുനിയ, ബുനിയാൻ, സിൻവാൻ, ഖിൻവാൻ 4 പദങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. സാക്കിനത്തായ നൂനും ശേഷം യാ വന്ന 2 പദങ്ങൾ, അതേപോലെ ശേഷം വാവ് വന്ന 2 പദങ്ങളും. ഈ 4 പദങ്ങളിലും ഇൽഹാർ മുത്ലഖ് എന്നതാണ് ഹുക്മ്. അദ്ദുന്യ മണിച്ചു പോയത് വ്യക്തമായി നൂനിനെ ഉച്ചരിക്കുക. ലഅന വഖഫ് ചെയ്യുമ്പോൾ ലഅന ഹ ആക്കി മാറ്റി വഖഫ് ചെയ്യുക. ചേർത്തോതുമ്പോൾ ലഅനതൻ വയൗമ എന്ന് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലഅനതൻ വയൗമൽ ഖിയാമത്തി ഹും മിനൽ മഖബൂഹീൻ. ഹും മിന യൗമൽ ഖിയാമത്തി ഖാഫിനെ തഫ്ഖീം ചെയ്യണം, കുറഞ്ഞ തഫ്ഖീമാണ്, കസ്റ ആയതുകൊണ്ട്. ഹും എന്ന സാക്കിനത്തായ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പറയാവുന്ന മണിച്ചുകൊണ്ടുള്ള ഇദ്ഗാമാണ് അവിടെ. ഹും മിനൽ മഖബൂഹീൻ. മഖോ ഖാഫിന് ഖൽഖല സുഗ്റ, അതോടൊപ്പം തഫ്ഖീമുമുണ്ട്. മിനൽ മഖബൂഹീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. واستكبر هو وجنوده في الأرض بغير الحق وظنوا
وظنوا أنهم إلينا لا يرجعون فأخذناه وجنوده فنبذناهم في اليم فانظر كيف كان عاقبة الظالمين وجعلناهم أئمة يدعون إلى النار ويوم القيامة لا ينصرون وأتبعناهم في هذه الدنيا لعنة ويوم القيامة هم من المقبوحين